मेरी जान उस पे मर मिट जाए। जो पठान मेरी जान महफिल ही लुट जाए, जो जुबान मेरी जान उस पे मर मिट जाए। തണുപ്പിക്കാനായി ഇവരുടെ കളർഫുള്ളായ ജമൈക്ക സർബത്ത് കൂടെ കുടിച്ചു നോക്കി. കളറോ പ്രിസർവേഷനോ ഒന്നും ആഡ് ആക്കാത്ത നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് വെച്ച് ഉണ്ടാക്കുന്ന ജമൈക്ക സർബത്ത് ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. പാലക്കാട് ഒലവക്കോട് ജെയിൻമേഡുള്ള അത്ലറ്റിക് ബേക്കറിയാണ് നമ്മൾ ഈ അടിപൊളി ഫുഡൊക്കെ ട്രൈ ആക്കി നോക്കിയ സ്പോട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഇറ്റ്സ് എ സൈനിങ് ഓഫ്. നല്ല കിടിലൻ തവാ ബീഫും സ്പെഷ്യൽ മലേഷ്യൻ തുള്ളു പൊറോട്ടയും കിട്ടുന്ന ഒരു സ്പോട്ട്, അത് നമ്മുടെ പാലക്കാട്. ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറിയതാണ്. അപ്പോഴാണ് അവരുടെ ടുഡേ സ്പെഷ്യൽ ബോർഡ് കണ്ടത്. എന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ അവരുടെ ട്രെൻഡിങ് ആയിട്ടായ മലേഷ്യൻ തുള്ളു പൊറോട്ടയാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. എന്നിട്ട് അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒന്ന് നോക്കി നിന്നു. അപ്പൊ ഇവിടെ ഇത് മാത്രമല്ല, പൊറോട്ട ബീഫ്, പഴംപൊരി ബീഫ്, ആംബൂർ ബിരിയാണി, കൊത്തു പൊറോട്ട, ഇങ്ങനത്തെ ഐറ്റംസും വേറെയും ചെറിയ സ്നാക്സുകളും ഉണ്ട് കേട്ടോ. ഇവിടെ പാഴ്സൽ സൗകര്യം അവൈലബിൾ ആണ്. നമ്മളിവിടെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്, പക്ഷെ ഇവിടെയുള്ള കസ്റ്റമേഴ്സ് ഒക്കെ സ്ഥിരം വരുന്നവരാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ആദ്യം മലേഷ്യൻ തുള്ളൂർ പൊറോട്ടയും പിന്നെ പഴംപൊരിയും ബീഫ് കേട്ടോ. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് മലേഷ്യൻ തുള്ളൂർ പൊറോട്ട തന്നെയാണ്. ഇവിടെ ജ്യൂസുകളും ഷേക്കുകളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിക്ടോറിയ കോളേജിന്റെ അവിടെ നിന്ന് ഒലവക്കോട് വരുന്ന സമയത്ത് ജെയിനിമേഡ് CVM പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് സൈഡ് അത്ലറ്റിക് ബേക്കറി ആണ് കേട്ടോ. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇന്ന് ലോക പഴംപൊരി ദിനം. 1905 പൊന്നാനി കടപ്പുറം ഭാഗത്ത് ചായക്കട നടത്തിയിരുന്ന കറുമക്കാട്ടിൽ പരീക്കുട്ടി കാക്കയാണ് ആദ്യമായി പഴംപൊരി ഉണ്ടാക്കി ചായക്കടയിലൂടെ വിൽപ്പന തുടങ്ങിയതെന്നാണ് ചരിത്രം പറയുന്നത്. പൊന്നാനി കടപ്പുറം വഴി വന്ന പോർച്ചുഗീസ് കച്ചവടക്കാർ പരീക്കുട്ടിക്കാക്കാന്റെ പഴംപൊരി കഴിച്ചാണ് കേരളത്തിൽ കച്ചവടം തുടങ്ങിയിരുന്നതെന്ന് ദ ജേർണി ഓഫ് കേരള എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. പോർച്ചുഗീസുകാർ ഈ പലഹാരത്തെ പഴം ഓഫ് പരീക്കുട്ടി എന്നായിരുന്നു അക്കാലത്ത് വിളിച്ചിരുന്നത്. അത് പിന്നീട് ലോപിച്ചാണ് പഴംപൊരിയായത് എന്നാണ് ചരിത്രം പറയുന്നത്. ലോകമെമ്പാടുമുള്ള തീറ്റപ്രിയർക്ക് വേണ്ടി തിളച്ച എണ്ണയിലേക്ക് ചാടിയ പഴത്തിന്റെ ത്യാഗോജ്ജലമായ ഓർമ്മ ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം ലോക പഴംപൊരി ദിനമായി ആചരിക്കുന്നത്. എല്ലാ പഴംപൊരി പ്രേമികൾക്കും പഴംപൊരി ദിനാശംസകൾ. അല്ല ചങ്ങായി, നിങ്ങൾക്ക് എങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊതിപ്പിക്കാൻ പറ്റുന്നേ? അതൊരു കലയാണ്, നമ്മളത് ഉണ്ടാക്കണ കലാകാരൻ. പണ്ട് ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് കപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. എന്നെങ്കിലും ഈ ലോകം ഈ മഹാനായ കലാകാരനെ തിരിച്ചറിയും. മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആകാത്ത വിധമുള്ളതായ ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദാമൃത കല്യാണം. ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആകാത്ത വിധമുള്ളതായ. ഹലോ ഗൈസ്, ഒതന്റിക് ആംബൂർ ബിരിയാണി സ്ട്രീറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ഒരു സ്പോട്ട് നമ്മളെ പാലക്കാട് ഉണ്ട്. അത് 100 രൂപയാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ റൈസും 2 പീസ് ചിക്കനും എണ്ണക്കത്തിരിയും പിന്നെ ഈ മുട്ടയും അടക്കമുള്ള ഈ ആംബൂർ ബിരിയാണിക്ക് ചാർജ് ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് ദം പൊട്ടിക്കും. പിന്നെ തമിഴ്നാട്ടിലെ പോലെ ലൈവായിട്ടാണ് ബിരിയാണി സെർവ് ചെയ്യുന്നത്. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. 100 റുപ്പീസിന് പക്കാ വേർത്താണ്. അതുപോലെ എണ്ണക്കത്തിരി എന്ന് പറയുന്ന ഈ ഐറ്റം ബിരിയാണിയുടെ ടേസ്റ്റിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ റാവുത്തർ ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവർ പ്രതീക്ഷിച്ച് വരണ്ട, ഇത് എൻ്റയർലി ഡിഫറെന്റ് ഫ്ലേവർ ആണ് കേട്ടോ. ഇവിടെ ഈ ബിരിയാണി സെർവ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതെല്ലാം ഒരു ആംബൂറുകാരനാണ്. ബസ്മതി റൈസ് ആണ് കേട്ടോ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ പാലക്കാട് ജെയിനിമേഡ് പെട്രോൾ പമ്പിന് ജസ്റ്റ് ഓപ്പോസിറ്റുള്ള അത്ലറ്റിക് ബേക്കറിയാണ്. അപ്പൊ ഈ വഴി പോകുമ്പോൾ എല്ലാവരും ഇവിടുന്ന് ട്രൈ ചെയ്യാം. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് ബൈ ഫ്രം ബൈറ്റ്സ് ആൻഡ് റൈറ്റ്സ്.